നമസ്കാരം. മലയാളികളുടെ പുതുവർഷമായി ചിങ്ങമൊന്ന് കർഷക ദിനം കൂടിയാണ്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പൊന്നിൻ ചിങ്ങം പിറന്നു. കാർഷിക ദിനം ആചരിച്ച കേരളം പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ സമഗ്ര പദ്ധതികളെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 500 സ്കൂളുകളിൽ കതിർ കാർഷിക ക്ലബ്ബുകൾ. കാർഷിക മേഖലയിൽ സഹകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുമെന്നും മന്ത്രി അമൃത ന്യൂസിനോട്. സർക്കാർ കർഷക ബന്ധുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സർവകലാശാല വി സി മോഹനൻ കുന്നുമലിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. വി സിമാർ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിയിൽ പങ്കെടുത്ത ധ്രുവീകരണം നടത്തുന്നത് ശരിയല്ല. പദവിയുടെ പക്വത കാണിക്കണമെന്നും മന്ത്രി. ഐഷി ഘോഷ് പങ്കെടുക്കുന്ന ഷീ ഫെസ്റ്റിന് കണ്ണൂർ സർവകലാശാലയിൽ അനുമതി നിഷേധിച്ചത് കൃത്യമായി അപേക്ഷ നൽകാത്തതിനാലെന്ന് മന്ത്രിയുടെ വിശദീകരണം. വി സി സിസ തോമസിന്റെ SFIക്കാർക്കെതിരായ പരാതിയിൽ DGPയെ വിളിച്ചു വരുത്തി ഗവർണർ. UGC നെറ്റ് പരീക്ഷയിൽ പിഴവിൽ പ്രതിഷേധം കടുക്കുന്നു. NTA പിരിച്ചുവിടണമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ. പരീക്ഷാ ഏജൻസി ആസ്ഥാനത്തേക്ക് മാർച്ച്. NTAയുടെ തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളെന്ന് രാഹുൽ ഗാന്ധി. ജാർഖണ്ഡിൽ സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്കുമായി സർക്കാർ ചർച്ചയ്ക്ക്. കേന്ദ്രമന്ത്രിസഭയിലും BJPയിലും വൻ അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നു. സംഘടനാ ചുമതലകളിലേക്ക് കൂടുതൽ യുവാക്കളെത്തും. കേരളത്തിൽ നിന്ന് ആരൊക്കെ ഇടം നേടുമെന്ന ആകാംക്ഷ. മെസ്സി വിവാദത്തിൽ GST അന്വേഷണം ഇന്നു മുതൽ. പ്രത്യേക സംഘം കാഞ്ഞങ്ങാട് നേരിട്ടെത്തി പരിശോധന നടത്തും. സ്പോൺസറുടെ നികുതി കുടിശ്ശികയിൽ തുടർ നടപടി വൈകിയതിലും വിശദീകരണം തേടും. ഒഡീഷയിലെ പ്രളയത്തിൽ സ്കൂളിൽ കുടുങ്ങി 300ഓളം വിദ്യാർത്ഥികൾ. രക്ഷിക്കാൻ ശ്രമം തുടരുന്നു. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 മരണം, നിരവധി പേർക്ക് പരിക്ക്. ബംഗാളിലെ താരാപീഠ ഹോട്ടലിൽ തീപിടുത്തം, 7 തീർത്ഥാടകർ മരിച്ചു, 4 പേർ ഗുരുതരാവസ്ഥയിൽ. ഗാലി ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച. 5 വിക്കറ്റ് നഷ്ടത്തിൽ 118 റൺസ് എന്ന നിലയിൽ. ഇന്ത്യക്ക് ഒന്നാം ഇന്നിംഗ്സിൽ 462 റൺസ്. കാർമേഘങ്ങളുടെയും ഇല്ലായ്മയുടെയും ഒക്കെ മാസമായ കർക്കിടകം അവസാനിച്ചിരിക്കുകയാണ്. മലയാളികൾക്ക് ഇനി പ്രതീക്ഷയുടെ പൊന്നിൻ ചിങ്ങമാസം. ചിങ്ങമൊന്ന് മലയാളികൾക്ക് കർഷക ദിനം കൂടിയാണ്. ഓണം എന്നാൽ ഒരു കാലത്ത് നാട്ടുപൂക്കളുടെ ഉത്സവകാലമായിരുന്നു. അത്തം മുതൽ തിരുവോണം വരെ പൂക്കളം തീർക്കാൻ മലയാളികൾ തേടിയിരുന്നത് തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവും ഉൾപ്പെടെയുള്ള നാട്ടുപൂക്കളെ മാത്രമായിരുന്നു. അത്തത്തിനു തലേനാൾ മുതൽ കുട്ടിക്കൂട്ടങ്ങൾ പറമ്പിലും പാടത്തും പൂക്കൾ തേടി നടക്കും. വട്ടയില കൊണ്ട് കുമ്പിൾ കുത്തി അതിൽ ഓരോ തരം നാട്ടുപൂക്കളും ശേഖരിച്ച് ആർപ്പുവിളികളോടെ വീട്ടിലേക്ക് മടക്കും. തുമ്പപ്പൂക്കളായിരുന്നു ഓണപ്പൂക്കളത്തിലെ താരം. തൂവെള്ള നിറത്തിലുള്ള ചെറിയ ഇതളുകൾ മാത്രമുള്ള ഇത്തിരി കുഞ്ഞൻ പൂവ് അത്തം മുതലുള്ള 3 ദിവസങ്ങളിൽ പൂക്കളത്തിൽ വേണമെന്ന് നിർബന്ധമായിരുന്നു. ഞങ്ങളെ കുട്ടിക്കാലമൊക്കെ തുമ്പപ്പൂ പറിച്ചിട്ടാണ് ഞങ്ങൾ പൂവിട്ടിരുന്നത്. തുമ്പപ്പൂവ്, അരിപ്പൂവ്, മഞ്ഞപ്പൂവ്, കാക്കാപ്പൂവ്, ഓടപ്പൂവ് എല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ട് പൂവിടും. പറിക്കാൻ ഞങ്ങൾ കുട്ടികളൊക്കെ കൂടെ ഒന്നായിട്ടാണ് പോവുക. ഇവിടെ ഒരു അമ്പലപ്പറമ്പ് ഉണ്ടായിരുന്നു, അവിടെ പോയിട്ടാണ് പറിച്ചുകൊണ്ട് വരിക ആദ്യമൊക്കെ. അതൊരു നഷ്ടത്തിൻ്റെ ഒരു കാലമാണല്ലോ ഇപ്പോൾ പൂക്കളൊക്കെ പോയതുള്ളത്. അതെ, ഇപ്പം അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുട്ടികൾ ഇവിടെ വന്നിട്ട് തന്നെ പറിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ടിടല്ലേ. തുമ്പ കഴിഞ്ഞാൽ അടുത്തയാൾ മുക്കുറ്റിയാണ്. വേലിപ്പടർപ്പിലെ ചെമ്പരത്തിപ്പൂക്കളെടുത്ത് ഇതളുകളായി വെക്കുന്നതായിരുന്നു മറ്റൊരു രീതി. പല നിറത്തിലുള്ള ചെമ്പരത്തിപ്പൂക്കൾ പൂത്തറയിൽ വട്ടം നിറയ്ക്കും. ചിങ്ങമാസത്തിൽ വീട്ടുപരിസരത്ത് കുമ്പളവള്ളിയും മത്തൻവള്ളിയുമെല്ലാം പൂവിട്ട് നിൽക്കുന്ന സമയമാണ്. പൂക്കളത്തിന് മഞ്ഞ നിറം പകരാൻ ഈ പൂക്കളും ഒപ്പമുണ്ടാകും. പൂക്കളമൊരുക്കാനും ഓണത്തപ്പനെ അലങ്കരിക്കാനുമെല്ലാം കൃഷ്ണകിരീടമെന്ന ചുവന്ന പൂവും കൂട്ടത്തിലുണ്ടാകും. തുളസി, വയലോരത്തെ മഞ്ഞപ്പൂക്കൾ, നന്ദ്യാർവട്ടം, ശംഖുപുഷ്പം
എന്നിവയെല്ലാം ഒരു കാലത്ത് മലയാളിയുടെ ഓണപ്പൂക്കളത്തെ മനോഹരമാക്കിയവയായിരുന്നു. വയലോരത്തും തോട്ടുവരമ്പിലുമുണ്ടായിരുന്ന പൂക്കളായിരുന്നു ഒരു കാലത്ത് മലയാളികളുടെ അത്തപ്പൂക്കളം നിറച്ചിരുന്നത്. എന്നാൽ ഇന്ന് കഥയും കാലവും മാറി. അന്യസംസ്ഥാന പൂക്കളെ മാത്രമാണ് ഇന്ന് മലയാളി അവരുടെ അത്തപ്പൂക്കളത്തിൽ സ്വീകരിക്കുന്നത്. KP ഷൈജുനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ സമഗ്ര പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 500 സ്കൂളുകളിൽ കതിർ കാർഷിക ക്ലബ്ബുകൾ ആരംഭിക്കും. കാർഷിക മേഖലയിൽ സഹകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുമെന്നും മന്ത്രി അമൃത ന്യൂസിന്റെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ പ്രതികരിച്ചു. ചെറുപ്പത്തെ, വിദ്യാർത്ഥികളെ, യുവത്വത്തെ ഈ മേഖലയിലേക്ക് റീകണക്ട് ചെയ്ത് ആവിഷ്കരിച്ച് നിർത്താൻ വിപുലമായ ആലോചന നടന്നു. ആ ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് കതിർ കാർഷിക ക്ലബ്ബുകൾ സ്കൂളുകളിൽ ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തത്. എല്ലാ സ്കൂളുകളിലും കതിർ കാർഷിക ക്ലബ്ബുകൾ. ഈ വർഷം 500 സ്കൂളുകളിൽ കതിർ കാർഷിക ക്ലബ്ബുകൾ ആരംഭിക്കുക. ഞാനും വിദ്യാഭ്യാസ മന്ത്രിയും 4 തവണ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നു, ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. ഞാൻ വിപുലമായ ഒരു സയന്റിസ്റ്റുകൾ, റിസർച്ച് ഫെലോസ്, അധ്യാപകർ തുടങ്ങിയ എല്ലാവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് വെയിറ്റേജ് മാർക്ക് കൊടുക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറും. കർഷക ബന്ധുവായി സർക്കാർ പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കർഷകർ സർക്കാരിന്റെ മുൻഗണനാ ലിസ്റ്റിലാണ്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുമെന്നും കേരളത്തിന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ സർക്കാർ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ സംസ്ഥാനതല കർഷക ദിനാഘോഷ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ചടങ്ങിൽ കാർഷിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് പത്മശ്രീ ചെറുവയൽ രാമന് സമ്മാനിച്ചു. 5 ലക്ഷം രൂപയും സർട്ടിഫിക്കറ്റും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, കർഷകരെ മറക്കില്ല ഈ ഗവൺമെന്റ്. കർഷകരെ ചേർത്ത് നിർത്തി അവർക്ക് ആവശ്യമായ പിന്തുണ കൊടുത്ത് അവർ ഈ നാടിന്റെ നട്ടെല്ലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കർഷക ബന്ധുവായി ഈ ഗവൺമെന്റ് പ്രവർത്തിക്കും എന്ന വാക്ക് ഈ പുതുവർഷത്തിൽ നൽകിക്കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുകയും അതുപോലെ കാർഷിക മേഖലയിൽ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് നന്നായി പഠിച്ചെടുത്ത് ആ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നമ്മുടെ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖിനെയും അദ്ദേഹത്തിന്റെ ടീമിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ കർഷക ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. കണ്ണൂർ സർവകലാശാലയിൽ വിദ്യാർത്ഥി യൂണിയന്റെ പരിപാടിക്ക് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. പാലയാട് ക്യാമ്പസിൽ നിശ്ചയിച്ച ഐഷി ഘോഷ് പങ്കെടുക്കുന്ന ഷീ ഫെസ്റ്റിനാണ് അനുമതി നിഷേധിച്ചത്. വൈസ് ചാൻസലറുടെ മുൻകൂർ അനുമതി ഇല്ലാത്തതിനെ തുടർന്നാണ് അനുമതി നിഷേധിച്ചത് എന്നാണ് അധികൃതരുടെ നിലപാട്. ക്യാമ്പസിൽ സ്ഥാപിച്ച ബോർഡുകൾ, കൊടിതോരണങ്ങൾ എന്നിവ നീക്കം ചെയ്യണമെന്നും ഡയറക്ടർ ആവശ്യപ്പെട്ടു. പരിപാടി നടത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് SFI. കണ്ണൂർ സർവകലാശാലയിൽ ഐഷി ഘോഷ് ഷീ ഫെസ്റ്റിന് അനുമതി നിഷേധിച്ച സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മന്ത്രി റോജി എം ജോൺ. കൃത്യമായി അപേക്ഷ നൽകാത്തതിനാലാണ് പരിപാടിക്ക് അനുമതി നിഷേധിച്ചത്. ആര് പങ്കെടുക്കുന്നു എന്ന് നോക്കിയല്ല അനുമതി നിഷേധിച്ചത്. ഓരോ പരിപാടിക്കും അതിൻ്റെതായ രീതിയിൽ അപേക്ഷ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു വിഷയത്തിൽ കൂടി റോജി എം ജോണിന്റെ പ്രതികരണം വന്നിരിക്കുകയാണ്. വൈസ് ചാൻസലർമാർ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിയിൽ പങ്കെടുത്ത് പ്രത്യയശാസ്ത്ര ധ്രുവീകരണം നടത്തുന്നത് ശരിയല്ല എന്ന് പറയുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. RSS പരിപാടിയിൽ പങ്കെടുത്ത മോഹനൻ കുന്നുമലിന്റെ നടപടി പദവിക്ക് നിരക്കാത്തതാണെന്നും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന വീതം വെയ്പ്പിന്റെ ഭാഗമായിട്ടാണ് മോഹനൻ കുന്നുമൽ VC ആയതെന്നും മന്ത്രി ആരോപിക്കുന്നു. സർവകലാശാല വൈസ് ചാൻസലർമാർ ഒരു കാരണവശാലും പ്രത്യയശാസ്ത്ര ധ്രുവീകരണത്തിന് കാരണമാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവാൻ പാടില്ല. അവർ അവരുടെ സ്ഥാനത്തിൻ്റെ മഹത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പരിപാടികളിൽ നിന്നും അത്തരം സംഘടനകളുടെ പരിപാടികളിൽ നിന്നും മാറി നിൽക്കുവാനായിട്ടുള്ള ഔചിത്യം എല്ലാ വൈസ് ചാൻസലർമാർക്കും ഉണ്ടാവേണ്ടതാണ്. ഇത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ച ഒരു രീതിയാണ്. ഇതുപോലെ ഇപ്പോൾ ഗവർണർ ഇടപെട്ടുകൊണ്ട് സർവകലാശാലകൾ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നു. ആ ആളുകൾ RSSൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും സംഭവിച്ചിട്ടുണ്ട്.
കാലടി സർവകലാശാലയിലെ പ്രതിഷേധ സമരത്തിൽ കൂടുതൽ SFI പ്രവർത്തകരുടെ അറസ്റ്റിന് സാധ്യത. 18 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. കേസിൽ ഉൾപ്പെട്ട നിരവധി പേരെ ഇനിയും പിടികൂടാനുണ്ട്. പോലീസ് നടപടിക്കെതിരെ SFIയും CPMും രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ന് കാലടി ടൗണിൽ CPM പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുമുണ്ട്. അതിനിടെ ഒരു സംഘം വിദ്യാർത്ഥികൾ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും കയ്യേറ്റം ചെയ്തു എന്നുമുള്ള വൈസ് ചാൻസലർ സിസ തോമസിന്റെ പരാതിയിൽ ഗവർണർ സംസ്ഥാന പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തി. സിസ തോമസിനോട് ഗവർണർ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കാലടി സർവകലാശാലയിൽ VC സിസ തോമസിനെതിരായ SFI പ്രതിഷേധം അപരിഷ്കൃത സമരം എന്ന് പറയുകയാണ് മന്ത്രി റോജി എം ജോൺ. സമരങ്ങൾക്ക് സർക്കാർ എതിരല്ല. VCയെ ആക്രമിക്കാൻ ശ്രമം നടന്നു എന്നും മന്ത്രി പറഞ്ഞു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട ഇന്ന് ഡൽഹിയിൽ SFI പ്രതിഷേധം. UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിനെതിരെയാണ് പ്രതിഷേധം. NTA ആസ്ഥാനത്തേക്കാണ് മാർച്ച്. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളുടെ പരീക്ഷകളായിരുന്നു റദ്ദാക്കിയത്. സെപ്റ്റംബർ 9-10 തീയതികളിലായി പുനഃപരീക്ഷ നടത്തും. അതിനിടെ സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി രംഗത്തെത്തി. പരീക്ഷാ ബോർഡിയുടെ പിഴവുകൾക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് പിഴ ഈടാക്കുകയാണ്. തെറ്റ് ചെയ്യുന്നത് NTA, ശിക്ഷ അനുഭവിക്കുന്നത് വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം നഷ്ടമാകുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. ജാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി സർക്കാർ വീണ്ടും ചർച്ച നടത്തും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ചർച്ച. ക്രമക്കേടുകളിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ഉത്തരവാദികളായ മന്ത്രിമാർ രാജിവെക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഇല്ലെങ്കിൽ ഓഗസ്റ്റ് 20-ന് മുഖ്യമന്ത്രിയുടെ വസതി ഉപരോധിക്കുമെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. ഇന്നലെ ഹസാരിബാഗിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ് എന്നിവരുടെ കോലം കത്തിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യായമാണെന്നും മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി ഹേമന്ത് സോറന് കത്തയച്ചു. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ ഹോട്ടലിൽ തീപിടുത്തം. ഗ്രാൻഡ് മലബാർ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. ഹോട്ടൽ പൂർണ്ണമായി കത്തി നശിച്ചു. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന് വാഗ്ദാനം നൽകിയതുമായി ബന്ധപ്പെട്ട നികുതി വെട്ടിപ്പിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരായ GST വകുപ്പിന്റെ അന്വേഷണമാണ് നടക്കുന്നത്. ഡെപ്യൂട്ടി കമ്മീഷണർ C ബ്രിജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം കാഞ്ഞങ്ങാടെത്തിയാണ് പരിശോധന നടത്തുന്നത്. GST ഈടാക്കുന്നതിൽ വീഴ്ച വരുത്തിയ 3 ഉദ്യോഗസ്ഥർക്ക് ചാർജ് മെമ്മോ നൽകി. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് കാട്ടി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയത് കോടികളുടെ തട്ടിപ്പെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് SIT രൂപീകരിച്ച് അന്വേഷണം തുടങ്ങുന്നത്. GST വകുപ്പിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ C ബ്രജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. കാഞ്ഞങ്ങാട്ട് GST ഓഫീസിൽ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തും. 126 കോടി രൂപ RBC അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന് നൽകിയെന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ GST ഇനത്തിൽ 22.68 കോടി രൂപ അടയ്ക്കേണ്ടതുണ്ട്. ഇതിനായി 5 തവണയാണ് കമ്പനിക്ക് നോട്ടീസ് നൽകിയത്. എന്നാൽ മറുപടി നൽകിയിരുന്നില്ല. കമ്പനി പ്രതിനിധികൾ ഓഗസ്റ്റിൽ ഹാജരായെങ്കിലും രേഖകൾ സമർപ്പിച്ചിരുന്നില്ല. GST വകുപ്പിന്റെ അന്വേഷണത്തിന് പിന്നാലെ സർക്കാർ ത്രിതല അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കും. വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. BJPയുടെ പുതിയ ദേശീയ ഭാരവാഹി പ്രഖ്യാപനം ഉടനുണ്ടാകും. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ നേതൃത്വത്തിലുള്ള പുതിയ ടീമിനെ തീരുമാനിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. സംഘടനാ ചുമതലകളിലേക്ക് കൂടുതൽ യുവാക്കൾ എത്തുമെന്നും അറിയുന്നുണ്ട്. കേന്ദ്ര മന്ത്രിസഭയും ഉടൻ തന്നെ പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാർട്ടിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനായി നിതിൻ നബീൻ ചുമതലയേറ്റതോടെ BJPയിൽ ഒരു തലമുറ മാറ്റമുണ്ടാകുമെന്ന വ്യക്തമായ സൂചന നൽകിയിരുന്നു. തുടർന്ന് നടന്ന ചർച്ചകൾക്കൊടുവിൽ പുതിയ ദേശീയ ഭാരവാഹികളെ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട്. പുനഃസംഘടനാ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. കൂടുതൽ യുവാക്കളെയും വനിതകളെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ദേശീയ സെക്രട്ടറിയായ അനിൽ ആന്റണി, കൂടാതെ കേരളത്തിൽ നിന്ന് അനൂപ് ആന്റണി, K സുരേന്ദ്രൻ, V മുരളീധരൻ, PK കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ പേരുകൾ ദേശീയ ഭാരവാഹി പട്ടികയിലേക്കും കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ചകളിലും ദേശീയ നേതൃത്വം പരിഗണിച്ചിട്ടുണ്ട്. കേന്ദ്ര മന്ത്രിസഭയും ഉടൻ തന്നെ പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനം. നിലവിൽ ജനറൽ സെക്രട്ടറിയായ തരുൺ ചുഗ്, ആം ആദ്മി വിട്ടെത്തിയ രാഘവ് ചദ്ദ എന്നിവർക്ക് മന്ത്രിസ്ഥാനം ലഭിക്കും. അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ് സംസ്ഥാനങ്ങൾക്കും സംഘടന മന്ത്രിസഭാ പുനഃസംഘടനകളിൽ വ്യക്തമായ പ്രാധാന്യം ലഭിക്കും. ചരിത്ര വിജയം നേടിയ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള നേതാക്കളും പുതുതായി മന്ത്രിസഭയിൽ ഉൾപ്പെടും. കേന്ദ്രമന്ത്രിയായിരുന്ന ജോർജ് കുര്യൻ സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ആര് കേന്ദ്രമന്ത്രിസഭയിലെത്തുമെന്ന് നോക്കിക്കാണേണ്ടതാണ്. ധനം, പെട്രോളിയം മന്ത്രാലയങ്ങളിലും
നിർണായക മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ബിജെപി ദേശീയ വക്താവ് സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെച്ചുകൊണ്ട് ഷഹസാദ് പൂനാവാല വീണ്ടും പാർട്ടി നേതൃത്വത്തിന് രാജിക്കത്ത് നൽകിയിരിക്കുകയാണ്. വ്യക്തിപരമായ കാരണങ്ങളാലും സാമ്പത്തിക പ്രശ്നമുള്ളതുകൊണ്ടും സജീവ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ മാസം ഷഹസാദ് പൂനാവാല രാജിക്കത്ത് നൽകിയിരുന്നു. എന്നാൽ നേതൃത്വം അദ്ദേഹത്തിന്റെ രാജി അംഗീകരിച്ചിരുന്നില്ല. തുടർന്നാണ് രാജി തീരുമാനത്തിൽ മാറ്റമില്ല എന്നും ബിജെപിയുടെയും പ്രധാനമന്ത്രിയുടെയും ആശയത്തിന് പിന്തുണ നൽകുന്നത് തുടരുമെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഷഹസാദ് പൂനാവാല വീണ്ടും കത്ത് നൽകിയത്. ബ്രാഹ്മണി നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഒഡീഷയിലെ കേന്ദ്രപാറ ജില്ലയിലുള്ള കുളസാഹി സെവാശ്രമം റെസിഡൻഷ്യൽ സ്കൂളിൽ 300-ലധികം വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് രംഗാളി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതോടെയാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പട്ടാമുണ്ടായി ബ്ലോക്കിലേക്ക് വെള്ളം ഇരച്ചു കയറിയത്. കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണവും കുടിവെള്ളവും ഹോസ്റ്റലിൽ എത്തിച്ചു നൽകുന്നുണ്ട് എന്ന് ഒഡീഷ ദുരന്ത നിവാരണ സേനയൊക്കെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ടെന്നും പട്ടാമുണ്ടായി BDO ശീതൾ അഗർവാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ബീഹാറിലെ ലഖിസാരായ് ജില്ലയിൽ അശോക് ഡാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 മരണം. നിരവധി പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെയാണ് സൂചന. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. ശ്രാവണ മാസത്തിലെ 3ാമത്തെ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. രാവിലെ 6:30ക്കും 6:45 ഇടയിൽ 2 ട്രെയിനുകൾ എത്തിയതിനെ തുടർന്നുണ്ടായ തിക്കിലായിരുന്നു ദുരന്തമുണ്ടായത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സുരക്ഷാ സേനയെ വിന്യസിക്കുകയും ബാരിക്കേഡുകൾ കെട്ടുകയും ചെയ്തിരുന്നുവെങ്കിലും വലിയ ജനാവലി എത്തിയതോടെ നിയന്ത്രണം അസാധ്യമാവുകയായിരുന്നു. പശ്ചിമബംഗാളിലെ തീർത്ഥാടന കേന്ദ്രമായ താരാപീഠിലെ സ്വകാര്യ ഹോട്ടലുണ്ടായ തീപിടുത്തത്തിൽ 7 തീർത്ഥാടകർക്ക് ദാരുണാന്ത്യം. പരിക്കേറ്റ നിരവധി പേരെ ഗുരുതരാവസ്ഥയിൽ രാംപൂർ ഹട്ട് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബിദിഷിനി ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. നഗരത്തിലെ പ്രശസ്തമായ കാളി ക്ഷേത്രത്തിൽ തീർത്ഥാടനത്തിനെത്തിയവരാണ് മരിച്ചതെന്ന് അധികൃതർ പറഞ്ഞു. 4 നിലകളുള്ള ഹോട്ടലിന്റെ ഏറ്റവും താഴത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഇടതുമുന്നണിയുടെ ആദ്യ യോഗം ഇന്ന് ചേരുകയാണ്. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള CPM-CPI തർക്കം തുടരുന്നതിനിടെയാണ് LDF ചേരുന്നത്. വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെതിരായ സമര പരിപാടികൾ ആവിഷ്കരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങിയ LDF-ന് ഇതുവരെ മുന്നണി യോഗം ചേരാനാകാത്തതിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. തോൽവി വിലയിരുത്താൻ പോലും ഈ 3 മാസത്തിനിടെ യോഗം ചേരാൻ കഴിഞ്ഞിരുന്നില്ല. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള CPM-CPI തർക്കമാണ് ഇതിനൊക്കെ തടസ്സമായിരുന്നത്. ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളണമെങ്കിൽ സർക്കാരിനെതിരായ സമരപരിപാടികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. CPM-CPI തർക്കത്തിലൂടെ മുന്നണി യോഗം ചേരാനാകാതെ നീണ്ടുപോകുന്നതിൽ മറ്റു ഘടകകക്ഷികൾ കടുത്ത അതൃപ്തിയിലായിരുന്നു. ഒടുവിൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിലും മുന്നണി യോഗം ഇന്ന് വൈകിട്ട് ചേരുകയാണ്. തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം CPI യോഗത്തിൽ ഉന്നയിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ CPM അതിനെ എതിർക്കുമെന്ന് ഉറപ്പാണ്. മറ്റു ഘടകകക്ഷികൾ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും പ്രധാനം. CPM-CPI തർക്കത്തിൽ LDF യോഗത്തിന്റെ മറ്റ് അജണ്ടകൾ ചർച്ചയിൽ വരുമോ എന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിവിധ കേസുകളിൽ പ്രതിയായ അർജുൻ നായകയെ കോതമംഗലം കോടതി 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കോതമംഗലം പോലീസിന്റെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം. കോതമംഗലം ഊന്നുങ്കൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണി മുഴക്കിയ അർജുൻ നായകയെ കണ്ണൂരിൽ നിന്നാണ് പിടികൂടിയത്. വെള്ളിയാഴ്ചയാണ് കോതമംഗലം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി തിങ്കളാഴ്ച വരെ റിമാൻഡ് ചെയ്തിരുന്നത്. അർജുൻ നായകയെ ഭീഷണിപ്പെടുത്തിയ കോതമംഗലം CIക്ക് തന്നെയാണ് പുതിയ അന്വേഷണത്തിന്റെ ചുമതല. പാലക്കാട് വൻ MDMA വേട്ട. 1 കിലോ MDMAയുമായി ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരെയാണ് പിടികൂടിയത്. ഒലവക്കോട് വെച്ചാണ് സ്ത്രീകളും ദമ്പതികളും സുഹൃത്തും പോലീസിന്റെ പിടിയിലായത്. കൊക്കെയിൻ, ഹൈബ്രിഡ് കഞ്ചാവ്, LSD സ്റ്റാമ്പ് എന്നിവയും MDMAയ്ക്ക് പുറമെ പിടികൂടിയിട്ടുണ്ട്. 1 കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിസിൻ, വേങ്ങര അസുറുദ്ദീൻ, ഭാര്യ മംഗലാപുരം സ്വദേശി B ഫാത്തിമ എന്നിവരാണ് പിടിയിലായത്. ഓണക്കാലത്തെ സ്പെഷ്യൽ വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് പ്രതികൾ കേരളത്തിലേക്ക് MDMA എത്തിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം. ആലപ്പുഴ കായംകുളത്ത് MDMAയുമായി യുവാവ് പിടിയിലായിരിക്കുകയാണ്. കായംകുളം ദേവികുളങ്ങര ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് രാവിലെ 7 മണിയോടെയാണ്
30 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായത്. കാർത്തികപ്പള്ളി സ്വദേശി ഷൈജുവിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തണ്ടർ, ഓണം സ്പെഷ്യൽ ഡ്രൈവ് എന്നിവയോടനുബന്ധിച്ച് ഹരിപ്പാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ M. മഹേഷിന്റെ നേതൃത്വത്തിൽ കായംകുളം, കാർത്തികപ്പള്ളി ഭാഗങ്ങളിൽ നടത്തിയ മയക്കുമരുന്ന് വ്യാജ മദ്യ റെയ്ഡിനോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കാസർഗോഡ് പാലാവയൽ ടൗണിന് സമീപം കാട്ടാന ഇറങ്ങി. കർണാടക വനത്തിൽ നിന്ന് വന്ന ആനയെ നാട്ടുകാർ തുരത്തി. അരമണിക്കൂറിലേറെ ആന പാലത്തിന് സമീപമുണ്ടായത് ടൗണിലെത്തിയവരെ പരിഭ്രാന്തിക്കിടയാക്കി. മലയോര പഞ്ചായത്തായ ഈസ്റ്റ് എളേരിയിൽ സ്ഥിരമായി എത്തുന്ന കാട്ടാന തെങ്ങ്, കപ്പ, വാഴ തുടങ്ങിയവയൊക്കെ നശിപ്പിക്കാറുണ്ട്. കർണാടക വനാതിർത്തിയോട് ചേർന്നുള്ള ഫെൻസിംഗ് തകർന്നതാണ് ആന എത്താൻ കാരണം. കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ ലഹരിയിലായ മകന്റെ അടിയേറ്റ് അച്ഛൻ മരിച്ചു. വെള്ളിപ്പറമ്പ് മക്കിനിയാട്ട് ശശിധരനാണ് മരിച്ചത്. പുലർച്ചെ 12:30-ഓടെയാണ് സംഭവം നടന്നത്. ശശിധരനെ ഉടനെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മകൻ അഭിറാമിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തൃശൂർ പാവറട്ടിയിൽ അമ്മയെ മകൻ വെട്ടിക്കൊന്നു. പാവറട്ടി സ്വദേശി ഡോളിയാണ് മരിച്ചത്. മകൻ ബെൻഹർ വെട്ടുകത്തിക്കൊണ്ട് തലയ്ക്ക് വെട്ടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഡോളി ആദ്യം പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബെൻഹറെ പാവറട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. BJP-യിൽ നിന്ന് നേരിട്ടത് കടുത്ത അവഗണനയെന്ന് നടൻ ദേവൻ. പ്രവർത്തിക്കാൻ അവസരം നൽകാതെ അവഗണിച്ചു. താൻ ചോദിച്ച പ്രൊപ്പഗൻഡ സെക്രട്ടറി സ്ഥാനം ലഭിച്ചില്ല. 2023-ൽ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. തന്നെ ഒഴിവാക്കിയാണ് R. ശ്രീലേഖയെ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നല്ല പാർട്ടി വിടുന്നതെന്നും ദേവൻ പറഞ്ഞു. ഗാലി ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച. 5 വിക്കറ്റ് നഷ്ടത്തിൽ 140 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി മാനോ സുധാർ 2 വിക്കറ്റ് വീഴ്ത്തി. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് 462 റൺസിന് അവസാനിച്ചു. മൂന്നാം ദിനം 9 വിക്കറ്റ് നഷ്ടത്തിൽ 460 റൺസ് എന്ന നിലയിൽ കളി പുനരാരംഭിച്ച ഇന്ത്യയ്ക്ക് 2 റൺസ് കൂടിയേ കൂട്ടിച്ചേർക്കാനായുള്ളൂ. ഉച്ചവാർത്ത പൂർത്തിയാവുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ മറക്കാതെ കാണുക. നമസ്കാരം.